വെൽക്കം ഓൾ. വെൽക്കം ടു മാസ്റ്റർ കീ അക്കാദമി. ഈ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്ലഡ് കളക്ഷനെ കുറിച്ചാണ്. സാമ്പിൾ കളക്ഷൻ, ബ്ലഡ് സാമ്പിൾ കളക്ഷൻ. അതിന് നമ്മൾ പറയുന്ന ടേമാണ് ഫ്ലിബോട്ടോമി. ഫ്ലിബോ മീൻസ് വെയിൻ. ഫ്ലിബോ മീൻസ് വെയിൻ, ഞരമ്പുകൾക്ക് പറയുന്നതാണ് വെയിൻ. ഫ്ലിബോ മീൻസ് വെയിൻ. ഫ്ലിബോ മീൻസ് വെയിൻ. ടോമി മീൻസ് ടു കട്ട്. അനാട്ടമി, ടു കട്ട്. അന മീൻസ് ബോഡി, ടു കട്ട് ഓപ്പൺ ചെയ്യുക. അതേപോലെ ഇതിനകത്തേക്ക് അതിനകത്തേക്ക് മുറിച്ചിട്ട് കയറുക മീൻസ് നമ്മൾ സിറിഞ്ച് കൊണ്ടാണെങ്കിലും ചെയ്യുന്നെങ്കിലും ടു ഓപ്പൺ, ടു കട്ട്, അങ്ങനെയുള്ള മീനിങ് ആണ് വരുന്നത്. അപ്പൊ ഫ്ലിബോട്ടോമി പറഞ്ഞാൽ വെയിൻ കട്ട് ചെയ്യുക. സോ ഇറ്റ് ഈസ് ദ ഡ്രോയിങ് ഓഫ് ബ്ലഡ് ഫ്രം ദ ബോഡി. പല രീതിയിൽ നമ്മൾ ചെയ്യാറുണ്ട് ബ്ലഡ് കളക്ഷൻ കാര്യങ്ങൾ. ഇറ്റ് ഈസ് ദ ഡ്രോയിങ് ഓഫ് ബ്ലഡ് ഫ്രം ദ ബോഡി. It is performed for customers in diagnostic lab and for purpose of obtaining blood sample for doing diagnostic test. ലാബുകളിലെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിന് വേണ്ടിയാണ് നമ്മളിത് കളക്ട് ചെയ്യുന്നത്. ബ്ലഡ് ബാങ്കിൽ നമ്മളത് ചെയ്യുന്നുണ്ട്. അതേപോലെ തെറാപ്യൂട്ടിക് മെഷർ ട്രീറ്റ്മെന്റ് ഓഫ് ഹീമോക്രോമറ്റോസിസ്, അങ്ങനെയുള്ള പല കണ്ടീഷൻസും ബ്ലഡ് ബാങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആയിട്ടും എല്ലാം നമ്മൾ കളക്ട് ചെയ്യാറുണ്ട്. ഫ്ലിബോ മീൻസ് വെയിൻ. ടോമി മീൻസ് മേക്ക് ആൻ ഇൻസിഷൻ, ടു കട്ട്. സിമ്പിൾ ആയിട്ട് പറയുക മേക്ക് ആൻ ഇൻസിഷൻ, ഒരു മുറിവുണ്ടാക്കി അതിൽ കളക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ സിമ്പിൾ ആയിട്ട് നമുക്ക് ബ്ലഡ് കളക്ഷൻ എന്നെല്ലാം പോലെ വെനി പങ്ക്ചർ. വെനി മീൻസ് വെയിൻ, പങ്ക്ചർ മീൻസ് ഒരു ഹോൾ ഇടാം. സോ വെനി പങ്ക്ചർ, അങ്ങനെ നമുക്ക് അതിനെ പറയാം. ദ പേഴ്സൺ പെർഫോം ദ പ്രൊസീജിയർ ഫ്ലിബോട്ടോമി ഈസ് കോൾഡ് ഫ്ലിബോട്ടോമിസ്റ്റ്. ബ്ലഡ് കളക്ട് ചെയ്യുന്ന സ്റ്റാഫിനെ നമുക്ക് ഫ്ലിബോട്ടോമിസ്റ്റ് എന്ന് പറയാം. അപ്പൊ പേഷ്യന്റിനെ പ്രോപ്പറായിട്ട് എന്തൊക്കെയാണ് അവരുടെ ജോബ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ. നമുക്ക് പേഷ്യന്റ് എന്തൊക്കെ ഉണ്ടായിരിക്കാം? ഏജ് ഉണ്ടായിരിക്കാം, സെക്സ് ഉണ്ടായിരിക്കാം, ഹോസ്പിറ്റൽ നമ്പർ. അതിന് ഹോസ്പിറ്റൽ നമ്പറിന് ഇപ്പൊ നമുക്ക് യൂണിക് ഹോസ്പിറ്റൽ ഐഡന്റിഫിക്കേഷൻ, UHID എന്ന് പറയാം. യൂണിക് ഹോസ്പിറ്റൽ ഐഡന്റിഫിക്കേഷൻ ഉണ്ടായിരിക്കും. അതുപോലെ എന്തൊക്കെയാണ് ടെസ്റ്റ് ഡോക്ടർ ആവശ്യപ്പെട്ടിരിക്കുന്നത്, അതുപോലെ തന്നെ ആ ടെസ്റ്റിനുള്ള ട്യൂബ്സ് ഒക്കെ കളക്ട് ചെയ്ത് ആവശ്യത്തിനുള്ള ബ്ലഡ് എത്രയെന്ന് ഡിസൈഡ് ചെയ്ത് ആവശ്യത്തിന് ബ്ലഡ് കളക്ട് ചെയ്ത് പ്രോപ്പറായിട്ട് അത് ട്യൂബുകളിൽ ആഡ് ചെയ്ത് ലാബിൽ ചെയ്ത് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റിൽ എത്തിച്ച് പേഷ്യന്റിന് സ്റ്റിക്കറും ചെയ്ത് കൊടുക്കണം. ആ പഞ്ച പോയിന്റിൽ നമ്മൾ ഈ പറയുന്ന ഒരു റൗണ്ട് സ്റ്റിക്കറുകൾ ഒട്ടിച്ച് കൊടുക്കാറുണ്ട്, അതും ചെയ്യണം. സോ ബ്ലഡ് കളക്ഷൻ മെത്തേഡ്സ് ഉണ്ട്, ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് ബ്ലഡ് കളക്ഷൻ ഉണ്ട്. ഇത് നിങ്ങൾ പ്രൊസീജിയർ ആണ് കാപ്പിലറി ബ്ലഡ് കളക്ഷൻ. കാപ്പിലറി ഇവിടെ കാണുന്ന പോലെ കാപ്പിലറി ട്യൂബിനകത്തേക്ക് ബ്ലഡ് കളക്ട് ചെയ്തിട്ട് ചെയ്യാറുണ്ട്. വീനസ് ബ്ലഡ് കളക്ഷൻ, വെയിനിൽ നിന്ന് ബ്ലഡ് എടുക്കാറുണ്ട്. ആർട്ടീരിയൽ ബ്ലഡ് കളക്ഷൻ, ആർട്ടറിയിൽ നിന്ന് ബ്ലഡ് കളക്ട് ചെയ്യാറുണ്ട്. സോ കാപ്പിലറി കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി ബ്ലഡ് വേണ്ട കണ്ടീഷനിലും, പണ്ട് കാലത്തെല്ലാം ഈ നമ്മൾ ഇപ്പൊ ഹീമോഗ്ലോബിൻ ചെയ്യണം, ടോട്ടൽ കൗണ്ട് ചെയ്യണം എന്നെല്ലാം പറയുമ്പോഴെല്ലാം നമ്മൾ ഈ ഫിംഗർ പ്രിക്ക് ചെയ്തിട്ട് 20 മൈക്രോസ് ഈ പറയുന്ന സാളിസ് പിപ്പറ്റിലേക്ക് എടുത്തിട്ട് HB ചെയ്യാം, TC ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള പല ടെസ്റ്റുകളും ചെയ്യായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ ഈ കാപ്പിലറി കളക്ഷൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് കുത്തുമ്പോൾ ടിഷ്യൂ ഫ്ലൂയിഡ് വരും, ആവശ്യത്തിന് ബ്ലഡ് കിട്ടില്ല, ചിലപ്പോൾ ക്ലോട്ട് വരും, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും റിപ്പീറ്റബിലിറ്റി ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് തന്നെ നമ്മളത് ചെയ്യുന്നില്ല. ഇപ്പൊ നമ്മളെല്ലാം വീനസ് ബ്ലഡ് കളക്ഷൻ ആണ് ചെയ്യുക. വളരെ കുറച്ച് ക്വാണ്ടിറ്റി ബ്ലഡ് ആവശ്യമുള്ള സമയത്ത്, പണ്ട് ഗ്രൂപ്പ് ചെയ്യുമ്പോൾ പോലും ബ്ലഡ് ഗ്രൂപ്പ് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രിക്ക് ചെയ്തിട്ട് 3-4 ഡ്രോപ്പ് വെച്ച് ബ്ലഡ് ഗ്രൂപ്പ് ചെയ്ത് കൊടുക്കും, ഈവൻ എസ്പെഷ്യലി ഇൻ ക്യാമ്പ്സ്. പക്ഷെ ഇപ്പൊ നമ്മളത് ചെയ്യുന്നില്ല. ഈവൻ നമ്മളെല്ലാം അവരുടെ ബ്ലഡ് ഒരു 2 ml ബ്ലഡ് കളക്ട് ചെയ്യണം. കാരണം നമുക്ക് റിപ്പീറ്റബിലിറ്റി, റീപ്രൊഡ്യൂസിബിലിറ്റി എല്ലാം ഇപ്പൊ ഒരു ഫാക്ടറാണ്, ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ്. അതേപോലെ നമുക്ക് സിവിയർ ബേൺ, ഒബസിറ്റി, ത്രോംബോട്ടിക് ഡിസോർഡർ. സിവിയർ ബേൺ എന്ന് പറഞ്ഞാൽ നല്ല പൊള്ളിയിട്ടുള്ള ആൾക്കാരിൽ നമ്മൾ എപ്പോഴും കാപ്പിലറി കളക്ഷനെ പ്രിഫർ ചെയ്യാറുള്ളൂ. വീനസ് കളക്ഷൻ ചെയ്യുമ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ സ്കിന്നാണ് എപ്പോഴും നമുക്ക് ഒരു പ്രൊട്ടക്റ്റീവ് കവറിങ് ആണ് സ്കിന്ന്. അപ്പൊ ആ സ്കിന്ന് ബാക്ടീരിയ എല്ലാം അതിനുള്ള മൈക്രോ ഓർഗാനിസം എല്ലാം ഒരു പ്രൊട്ടക്റ്റീവ് കവറിങ് ആണ്. ആ സ്കിൻ പൊള്ളി പോകുന്ന സമയത്ത് നമ്മളൊരു മുറിവ് കൂടി ഉണ്ടായി കൊടുത്താൽ പെട്ടെന്ന് അതിൽ ഇൻഫെക്ഷൻ വരാം. അതുകൊണ്ട് തന്നെ സിവിയർ ബേൺ വരുന്നവരും ഒബീസ് ആയ ആൾക്കാരുടെ വെയിൻ കിട്ടില്ല. സോ ഒബീസ് ആയ ആൾക്കാരിലും ത്രോംബോട്ടിക് ഡിസോർഡർ, എന്തെങ്കിലും ബ്ലീഡിങ് ഡിസോർഡർ ഉള്ള ആൾക്കാരിലെല്ലാം
നമ്മൾ വലിയൊരു നീഡിൽ വെച്ച് കുത്തി അതിന് പിന്നെ ബ്ലീഡിങ് കുറച്ച് നേരം വന്ന് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഒഴിവാക്കാൻ വേണ്ടി കാപ്പിലറി കളക്ഷൻ പ്രിഫർ ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ മാക്സിമം ബേൺ കേസിലൊക്കെ ഓക്കെ, അതർവൈസ് നമ്മളെല്ലാം വീനസ് ബ്ലഡ് കളക്ഷൻ ആണ് ചെയ്യാറ്. അപ്പൊ അത് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റിന്റെ പേരാണ് ലാൻസെറ്റ്. ഇങ്ങനെ ലോങ് ആയിട്ടുള്ള ഒരു ഇതിന്റെ ഈ അറ്റത്ത് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഒരു 3 മില്ലിമീറ്റർ, ഇതിന്റെ ഡെപ്ത് വരുന്നത് 3 മില്ലിമീറ്റർ ആണ്. അപ്പൊ എത്ര കുത്തി കഴിഞ്ഞാൽ ആ 3 മില്ലിമീറ്റർ മാത്രമേ താഴ്ച വരുള്ളൂ. അപ്പൊ മാക്സിമം ഡെപ്ത് ഓഫ് ലാൻസെറ്റ് എന്ന് പറയുന്നത് 3 മില്ലിമീറ്റർ ആണ്. ഇനി ചെറിയ കുട്ടികളെ കുത്തുകയാണെങ്കിൽ ഇത് 2 മില്ലിമീറ്ററിന്റെ ഡെപ്ത് ഉള്ള ലാൻസെറ്റും അവൈലബിൾ ആണ്. പിന്നെ സൈറ്റ് ഓഫ് കളക്ഷൻ എന്ന് പറയുന്നത് നോർമലായിട്ട് നമ്മൾ ഇൻഡെക്സ് ഫിംഗർ, തേർഡ് ഫിംഗർ യൂസ് ചെയ്യാറുണ്ട്, റിംഗ് ഫിംഗർ, ഫോർത്ത് ഫിംഗർ യൂസ് ചെയ്യാറുണ്ട്. The sides or tip of the finger should be avoided in infants. Puncture made on the heel or big toe. ഇത് കണ്ടില്ലേ, കുട്ടിയുടെ കയ്യിലല്ല, ആക്ച്വലി കാലിലാണ്, ഹീലിലാണ്, കാൽമുട്ടിലാണ്. ഇത് കുട്ടിയുടെ കാലാണ് വരുന്നത്, കാലിന്റെ ഹീലിലാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ബിഗ് ടോ, തള്ള വിരലിലും ചെയ്യാം കുട്ടികളുടെയൊക്കെ ആകുമ്പോൾ. ഹീല്, കാരണം കൈയുടെ വിരൽ എന്ന് പറഞ്ഞാൽ ഈ 2 മില്ലിമീറ്റർ അതിനൊന്നും ഉണ്ടായിരിക്കില്ല. നമ്മൾ പ്രിക്ക് ചെയ്താൽ ചിലപ്പോൾ എല്ലിൽ കൊള്ളാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. സോ പ്രൊസീജിയർ ആണ് പറയുന്നത്. ദ ഏരിയ സെലക്ടഡ് ഈസ് ക്ലീൻഡ് വിത്ത് ആൽക്കഹോളിക് പാഡ്. ആദ്യം നമ്മളവിടെ ആൽക്കഹോളിക് പാഡ് വെച്ച് വൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം ഡ്രൈ ചെയ്തതിനു ശേഷം പ്രിക്ക് ബൈ യൂസിങ് എ സ്റ്റെറൈൽ ലാൻസെറ്റ്, സിംഗിൾ യൂസ് സ്റ്റെറൈൽ ലാൻസെറ്റ് വെച്ച് പ്രിക്ക് ചെയ്യുന്നു. പങ്ക്ചർ ദ സൈഡ് ഓഫ് ദ ഫ്ലഷി പാഡ് ഏരിയ. അതായത് നമ്മൾ ഈ നമ്മുടെ ബോഡിയിലെ ഫ്ലഷി പാഡ് ഏരിയയിലാണ്, ഫ്ലഷി പാഡ് ഏരിയയുടെ സൈഡിലാണ് പ്രിക്ക് ചെയ്യേണ്ടത്. ദെൻ ചെറിയൊരു ഫ്രീ ഫ്ലോ നോർമലി വരും. അതാണ് നമ്മൾ വേണ്ടത്. അപ്പ് പ്രഷർ കൊടുക്കാതെ തന്നെ ചെറിയൊരു ഫ്ലോ അവിടെ വരും. അത് നമ്മുടെ ബോഡിയിലുള്ള പ്രഷർ കാരണമാണ് അത് വരുന്നത്. ഫസ്റ്റ് ഡ്രോപ്പ് റിമൂവ് ചെയ്യണം, ആസ് ഇറ്റ് കണ്ടെയ്ൻ ടിഷ്യൂ ഫ്ലൂയിഡ്. വൈപ്പ് ഓഫ് ദ ഫസ്റ്റ് ഡ്രോപ്പ് ഓഫ് ബ്ലഡ് ആസ് ഇറ്റ് മേ കണ്ടെയ്ൻ ടിഷ്യൂ ഫ്ലൂയിഡ്. നമ്മുടെ ടിഷ്യൂവിനകത്തുള്ള ഫ്ലൂയിഡ് വരുന്ന കാരണം ആദ്യത്തെ ഡ്രോപ്പ് നമ്മൾ ഡിസ്കാർഡ് ചെയ്യാറുണ്ട്. കളക്ട് ദ succeeding drop for investigation by gentle massaging. Avoid excess pressure. അപ്പോൾ ചെറിയൊരു പ്രഷർ കൊടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് പിന്നത്തുള്ള ഡ്രോപ്പ് കളക്ട് ചെയ്യാം. അപ്പൊ ഇത് പണ്ട് കാലത്ത് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TCG, ടോട്ടൽ WBC കൗണ്ട്, ടോട്ടൽ RBC കൗണ്ട് എല്ലാം യൂസ് ചെയ്യാം. ഹീമോഗ്ലോബിൻ എസ്റ്റിമേഷൻ, DCക്കൊക്കെ ഒറ്റ ഡ്രോപ്പ് എടുത്ത് സ്മിയർ വരച്ചിട്ടൊക്കെ ചെയ്യായിരുന്നു. ഇപ്പൊ നമ്മളെല്ലാം നമ്മളെ വീനസ് കളക്ഷൻ ചെയ്തിട്ടാണ് ചെയ്യാറുള്ളത്. ഇനി വീനസ് ബ്ലഡ് കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ മെത്തേഡ് ഓഫ് ചോയ്സ്. ഏറ്റവും നല്ല മെത്തേഡ് ഇതാണ്. അപ്പൊ ഇതിൽ നമ്മൾ സിറിഞ്ച് ആൻഡ് നീഡിൽ വെച്ചിട്ട് യൂസിങ് സിറിഞ്ച് ആൻഡ് നീഡിലാണ് എടുക്കുന്നത്. മെയിൻ സൈറ്റ് എന്ന് പറയുന്നത് ആന്റീരിയർ ക്യൂബിറ്റൽ വെയിൻ, മീഡിയൻ സെഫാലിക് വെയിൻ, ബേസലിക് വെയിൻ. ആന്റീരിയർ ക്യൂബിറ്റൽ വെയിൻ, മീഡിയൻ സെഫാലിക് വെയിൻ ആൻഡ് ബേസലിക് വെയിൻ. അതേപോലെ ഇൻഫൻസിലാണെങ്കിൽ ഫീമറൽ വെയിൻസും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ സിറിഞ്ച് കൺസിസ്റ്റ് ഓഫ് ബാരൽ ആൻഡ് പിസ്റ്റൺ. ഒരു സിറിഞ്ചിന് ഇങ്ങനത്തെ ഒരു ലോങ് ബോഡി ഇതിങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇതിന്റെ ഇങ്ങനെ വരുന്ന ഈ ഒരു പാർട്ട്, ഇങ്ങനെ വരുന്ന ഈ പുറത്ത്, ഇതിനെയാണ് നമ്മൾ ബാരൽ എന്ന് പറയുക. ഇതിനകത്ത് ഇങ്ങനെ പോയിട്ട് ഇവിടെ കിടക്കുന്ന ഈ സാധനത്തിനാണ് ഇവിടെ നമുക്കിത് വലിക്കാനുള്ളത് ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ളതിനാണ് ഇത് സ്റ്റോപ്പർ ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ പിസ്റ്റൺ എന്ന് പറയുക. The barrel is the outer part which contains graduation as per capacity, and the piston of the syringe given out by movement of the piston inside the barrel. ഇത് മൂവ് ചെയ്യുന്നതനുസരിച്ചിട്ടാണ് ബ്ലഡ് ഇവിടെ ഫിൽ ആയിരിക്കും.
ഇനി നീഡിലിന്റെ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് ഒരു നീഡിൽ വരെ, ഇവിടെ ഇതിനൊരു ഓപ്പൺ സ്പേസ് വരും. പ്രോപ്പർ ആയിട്ടുള്ളത് ഇത് വെച്ചിട്ടാണ് വരയ്ക്കുന്നത്, മൗസ് വെച്ചിട്ടാണ് വരയ്ക്കുന്നത്. അതിന്റെ ഒരു ഇതുണ്ടായിരിക്കും. ഇവിടെ ഈ നീഡിൽ ഇങ്ങനെ വരും. ഇവിടെ ഒരു ബിവൽ എന്ന് പറയും. ഇതിനുള്ളതാണ് പോയിന്റ് ടിപ്പ് കോൾഡ് ബിവൽ. ഈ ഭാഗത്തിനാണ് ബിവൽ എന്ന് പറയുക. ഇതിനാണ് നമ്മൾ ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ഇതിനാണ് നമ്മൾ പറയുന്നത് ഹബ് എന്ന് പറയുന്നത്. ഇതിൽ സിറിഞ്ചിന്റെ നോസിൽ എന്നതിന് പറയാറുണ്ട്. ഇനി ഡിഫറെന്റ് ഗേജ് പറയാറുണ്ട്. യൂണിവേഴ്സൽ ഗേജ് എന്ന് പറയുന്നത് കളർ കോഡ് 21 ഗേജ് ആണെങ്കിൽ ഗ്രീൻ കളർ ആയിരിക്കും നീഡിലിന്. ഈ ഭാഗം ഗ്രീൻ കളർ ആയിരിക്കും. 22 ആണെങ്കിൽ ബ്ലാക്ക് വരും, 23 ബ്ലൂ വരും, 24 റെഡ് വരും, 26 യെല്ലോ വരും. അപ്പൊ GBBRY എന്നുള്ള ഒരു ഷോർട്ട് ഫോം നമുക്ക് പഠിച്ചു വെക്കാം. GBBRY. ഇതിൽ തന്നെ പല ചെറിയ കളർ ചേഞ്ച് വരാറുണ്ട്. റെഡിന് പകരം ചിലപ്പോൾ ഒരു ബ്രൗണിഷിലേക്ക് പോവാറുണ്ട്. ബ്ലൂ തന്നെ പല ടൈപ്പ് ബ്ലൂ കളറിലേക്ക് വരാറുണ്ട്. ബ്ലാക്ക് തന്നെ ചിലപ്പോൾ നല്ല ബ്ലാക്ക് വരും, ലൈറ്റ് ആയിട്ട് വരാറുണ്ട്. ഗ്രീൻ തന്നെ ഡിഫറെന്റ് ഗ്രേഡ്സിൽ വരാറുണ്ട്. അതെല്ലാം കമ്പനികൾക്കനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ വരും. അപ്പോ ഇതാണ് ബിവൽ, ഇതാണ് ഷാഫ്റ്റ്, ഇതാണ് ഹബ്, ഇത് നോസിൽ, ഇത് ബാരൽ, ഈ പുറകിൽ വരുന്നത് പിസ്റ്റൺ. ഇത്രയും പാർട്സ് ഉണ്ട്. സോ നമ്മൾ പ്രോപ്പർ നീഡിലും സിറിഞ്ചെല്ലാം സെലക്ട് ചെയ്യുക. റീയൂസബിൾ എന്നൊന്നും ഇപ്പൊ നമ്മൾ പറയുന്നില്ല. ഇത് ബുക്കിലുള്ളതാണ് റീയൂസബിൾ എന്ന്. ഇപ്പൊ ഡിസ്പോസിബിൾ നീഡിൽസ് ആണ് യൂസ് ചെയ്യുന്നത്. പ്ലാസ്റ്റിക് സിറിഞ്ച് ആണ് വൈഡ്ലി യൂസ്ഡ്. പ്ലാസ്റ്റിക് സിറിഞ്ച് ഉണ്ടാക്കുന്ന പോളിപ്രോപ്പിലിൻ വെച്ചിട്ടുള്ള സിറിഞ്ചുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ പേഷ്യന്റിനെ കംഫർട്ടബിൾ ആയിട്ട് ഇരുത്തി അവർ പ്രോപ്പർ കൈ എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചിട്ട് ടേബിളിൽ പാം ഫേസിങ് അപ്വേർഡ്, കൈ ഇങ്ങനെ ഇത് വെച്ചിട്ട് നമ്മൾ ഇവിടുന്ന് എൽബോ ജോയിന്റ് നിന്നാണ് എടുക്കുന്നത്. ടൂർണിക്കേറ്റ് ഒരു 4 ഫിംഗർ 4 വിരൽ വെക്കണം. അതായത് നമ്മുടെ ഈ ജോയിന്റിന്ന് 4 വിരൽ മേലേക്ക് വെക്കാൻ പറ്റുന്ന അത്ര 4 വിരൽ ഗ്യാപ്പ് കൊടുക്കണം. എന്നിട്ടാണ് അത് 2 to 3 ഇഞ്ച് അത്രയും ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ ടൂർണിക്കേറ്റ് അപ്ലൈ ചെയ്യേണ്ടത്. ടൂർണിക്കേറ്റ് അപ്ലൈ ചെയ്യുന്നത് വെയിന് പ്രോമിനന്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ടൈറ്റ് ചെയ്ത് വെക്കുക. ഒരുപാട് ടൈറ്റ് ചെയ്യാൻ പാടില്ല. 1 മിനിറ്റിൽ കൂടുതൽ അവിടെ കീപ്പ് ചെയ്യാൻ പാടില്ല. കാരണം അങ്ങനെ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഹീമോ കോൺസെൻട്രേഷൻ വരും, കാൽഷ്യം, ഇലക്ട്രോലൈറ്റ്സ് എസ്പെഷ്യലി പൊട്ടാസ്യം എല്ലാം ഡിഫറൻസ് വരും. അതിനുശേഷം നമ്മൾ വൈപ്പ് ചെയ്യുന്നു, വെയിന് വെരിഫൈ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ നീഡിൽ ഇൻസേർട്ട് ചെയ്ത് ബ്ലഡ് എടുക്കുന്നു. അപ്പൊ അതാണ് ഈ പറയുന്നത് introduce the needle into the vein with the bevel facing upward at an angle of 22 degree to the skin. അപ്പൊ നമ്മുടെ സ്കിന്നുമായിട്ട് ഈ സിറിഞ്ചിന്റെ ആംഗിൾ 20 or less, 20 താഴെ ഡിഗ്രി വരാറുള്ളൂ. ഡിപ്പെൻഡിങ് ചിലപ്പോൾ 30 ഡിഗ്രിയിലേക്ക് കൊണ്ടുവരാറുണ്ട്. ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഡെപ്ത് ഓഫ് വെയിൻ. കയ്യിൽ വെയിന്റെ പൊസിഷൻ അനുസരിച്ച് നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. അതേപോലെ സിറിഞ്ച് അല്ലെങ്കിൽ നീഡില് വെയിനിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ നോസില് അല്ലെങ്കിൽ ഹബില് ബ്ലഡിന്റെ ഡ്രോപ്പ് കണ്ടാൽ നമുക്ക് ബ്ലഡ് കിട്ടിയെന്ന് മനസ്സിലാവും. അതിനുശേഷം ടൂർണിക്കേറ്റ് റിലീസ് ചെയ്യണം. ഈ ടൂർണിക്കേറ്റ് റിലീസ് ചെയ്യുന്നത് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. ബ്ലഡ് വന്നു കഴിഞ്ഞാൽ റിലീസ് ചെയ്യാം. ബ്ലഡ് കളക്ഷൻ ആയി ബ്ലഡ് സിറിഞ്ചിൽ നിറഞ്ഞു കഴിഞ്ഞാൽ റിലീസ് ചെയ്യാം. എന്തായാലും നീഡിൽ റിമൂവ് ചെയ്യുന്നതിന് മുമ്പ് ടൂർണിക്കേറ്റ് റിമൂവ് ചെയ്യണം. എന്നിട്ട് ബ്ലഡ് അതിന് എടുത്തതിന് ശേഷം അടിക്കറ്റ് ഏത് കണ്ടെയ്നറിലേക്ക് ഏത് വോളത്തിലാണ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യുക. അങ്ങനെ എന്നിട്ട് നമ്മളതിൽ വാക്യൂട്ട് ചെയ്യുന്ന ട്യൂബോ അങ്ങനെ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ബട്ടർഫ്ലൈ നീഡിൽസോ ഇതെല്ലാം സ്കാൽപ് സൈറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ ബട്ടർഫ്ലൈ നീഡിൽസ് എന്ന് പറയും. അതിലാണ് നമ്മൾ ബ്ലഡ് കളക്ഷൻ ചെയ്യുന്നത്. അപ്പൊ പ്രോപ്പറായിട്ട് സിറിഞ്ച് നീഡിൽ കണക്ട് ചെയ്യണം. എന്നിട്ട് ഈ വെയിൻ നന്നായി ഇൻസ്പെക്ട് ചെയ്യുക. ആന്റിസെപ്റ്റിക് സൊല്യൂഷൻ വെച്ചിട്ട് സെൻട്രൽ ടു പെരിഫറി ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്തതിന് ശേഷം സിംഗിൾ സ്റ്റേഡി മൂവ്മെന്റിൽ, ഒരു സിംഗിൾ ക്യുക്ക് മൂവ്മെന്റിൽ, പതിയെ ഇങ്ങനെ കുത്തി കയറ്റരുത്. സിംഗിൾ സ്റ്റേഡി മൂവ്മെന്റിൽ കുത്തി വെയിനിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റെഡ് കളർ വരും. ഇവിടെ റെഡ് കളർ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇവിടെ റെഡ് കളർ വന്നാൽ അതേ പൊസിഷനിൽ വെച്ച് പിസ്റ്റൺ പുറകിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബ്ലഡ് കിട്ടും, ബ്ലഡ് ഫിൽ ആവും.
അപ്പൊ ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന വാക്യൂടെൻ സിസ്റ്റം ഉണ്ട്. ഇതിനേക്കാൾ അഡ്വാൻസ്മെന്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. റോബോട്ടിക് ഫ്ലിബോട്ടോമി ഉണ്ട്. അതായത് ഓട്ടോമാറ്റിക് ആയിട്ട് വെയിൻ ഫൈൻഡറുകളൊക്കെ ഉപയോഗിച്ചിട്ട്, അതായത് വെയിൻ ഫൈൻഡർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് മേലേക്ക് ആ വെയിൻ ഫൈൻഡർ ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ വെയിന് നല്ല ഡാർക്ക് കളറിലും സ്കിന്നും ബാക്കിയെല്ലാം നല്ല ലൈറ്റ് കളറിലും കാണാം. ബ്ലഡ് ഒഴുകി പോകുന്നു, അങ്ങനെ നമുക്ക് എടുക്കാം. അതേപോലെ നമുക്ക് പിന്നെയുള്ളതാണ് ഈ പറയുന്ന റോബോട്ടിക് ഫ്ലിബോട്ടോമി എന്ന് പറയുന്നത്. അതാകുമ്പോൾ നമ്മൾ കൈ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ റോബോട്ടിക് ആം വന്നിട്ട് കറക്റ്റ് വെയിൻ ഐഡന്റിഫൈ ചെയ്ത് കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ എല്ലാ ബ്ലഡ് സാമ്പിളും കളക്ട് ചെയ്തിട്ട് കറക്റ്റ് അത് നീഡിൽ റിമൂവ് ചെയ്യും. അതാണ് ഇപ്പോൾ റോബോട്ടിക് ഫ്ലിബോട്ടോമി വരുന്നത്. വാക്യൂടെൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നെഗറ്റീവ് പ്രഷർ ആയിരിക്കും, ട്യൂബിനകത്ത് നെഗറ്റീവ് പ്രഷർ ആയിരിക്കും, ഇങ്ങനെ ഒരു ക്യാപ്പ് ഉണ്ടാവും. അപ്പം നമ്മൾ ഇതിനകത്തേക്ക് ഈ നീഡിൽ ഇൻസേർട്ട് ചെയ്താൽ തന്നെ ഇതിനുള്ളിൽ നിന്ന് ബ്ലഡ് ഡ്രോപ്പ് ആയിട്ട് ഇതിൽ എത്ര ക്വാണ്ടിറ്റി ആണോ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് ആ ക്വാണ്ടിറ്റി വരെ കറക്റ്റ് എന്നറിയും. നെഗറ്റീവ് പ്രഷർ വെച്ചാണ് അത് ചെയ്യുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് ഓർഡർ ഓഫ് ഡ്രോ. ഓർഡർ ഓഫ് ഡ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് സ്പെസിഫിക് ആയിട്ട് നമുക്ക് എത്ര ട്യൂബുകളുണ്ടോ ആ ട്യൂബുകൾക്കൊക്കെ ഒരു ഓർഡർ ഉണ്ട്. ഇതിലിടയിൽ ഒരു ട്യൂബ് മിസ്സിംഗ് ആണെങ്കിൽ ആ ട്യൂബിൽ ടെസ്റ്റ് ഇല്ലെങ്കിൽ അത് കുഴപ്പമില്ല, ഒഴിവാക്കാം. അതാണ് ഓർഡർ ഓഫ് ഡ്രോ എന്ന് പറയുന്നത്. അവോയ്ഡ് ക്രോസ് കണ്ടാമിനേഷൻ ഓഫ് അഡിറ്റീവ് ബിറ്റ്വീൻ ട്യൂബ്സ്. അതിനകത്ത് എല്ലാം അഡിറ്റീവ്സ് ഉണ്ട്, ആന്റികോയിൽ ഉണ്ട്. ക്രോസ് കണ്ടാമിനേഷൻ പ്രിവെന്റ് ചെയ്യാനാണ് നമ്മൾ ഈ പറയുന്നത്. സോ ഇതിനേക്കാൾ കൂടുതലായിട്ട് ഈ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട്, കാരണം ഇവിടെ ബ്ലഡ് കൾച്ചർ ബോട്ടിൽ ഓർ യെല്ലോ ട്യൂബ് എന്നൊക്കെ പറയുന്നുണ്ട്, അതിനേക്കാൾ കൂടുതൽ ഈ ഒരു ഓർഡറിനേക്കാൾ കൂടുതലായിട്ട് ഈ കൊയാഗുലബിൾ ട്യൂബ്, നോൺ അഡിക്റ്റീവ് ട്യൂബ്, EDT അങ്ങനെ കൊടുക്കുന്നതിന് ഭേദം കുറച്ചുകൂടി കളർ കോഡ് വെച്ചിട്ട് ഇങ്ങനെ പഠിച്ചു വെക്കുക. ഇത് പഠിച്ചിട്ട് കൺഫ്യൂഷൻ വരണ്ട, ഇത് ഓർഡർ ഓക്കെയാണ്, ഇതിൽ പഠിച്ച് കൺഫ്യൂഷൻ വരണ്ട എന്ന് പറഞ്ഞിട്ടാണ് ബ്ലഡ് കൾച്ചർ ബോട്ടിലേക്കാണ് ആദ്യം കളക്ട് ചെയ്യേണ്ടത്. ബ്ലഡ് കൾച്ചർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബോട്ടിലേക്കാണ് ഫസ്റ്റ് സാമ്പിൾ കളക്ട് ചെയ്യേണ്ടത്. ദെൻ PTINR അല്ലെങ്കിൽ APTT കൊയാഗുലേഷൻ സ്റ്റഡീസിനുള്ള 3.2% ട്രൈസോഡിസിട്രയിലേക്കാണ് രണ്ടാമത് കളക്ട് ചെയ്യേണ്ടത്. മൂന്നാമത് ക്ലോട്ട് ആക്ടിവേറ്ററിൽ കളക്ട് ചെയ്യാം, അല്ലെങ്കിൽ SST അതായത് ഈ പറയണ ജെൽ ട്യൂബിലേക്ക് കളക്ട് ചെയ്യാം. ക്ലോട്ട് ആക്ടിവേറ്ററിലേക്ക് കളക്ട് ചെയ്യാം, അതർവൈസ് ജെൽ ട്യൂബിലേക്ക് കളക്ട് ചെയ്യാം. ഇതിൽ രണ്ടിലും കളക്ട് ചെയ്യേണ്ടി വരാറില്ല, ഏതെങ്കിലും ഒന്നാണ് വരാറുള്ളൂ. അതിനുശേഷം നമുക്ക് ലിഥിയം ഹെപ്പാരിൻ ആണെങ്കിൽ കുറച്ച് ലൈറ്റ് ബ്ലൂ ആയിരിക്കും, സോഡിയം ഹെപ്പാരിൻ ആണെങ്കിൽ കുറച്ച് ഡാർക്ക് കളർ ആയിരിക്കും. അത് ഇതിന്റെ കളർ കോഡാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് ബ്ലഡ് കൾച്ചർ ഉണ്ടെങ്കിൽ ഫസ്റ്റ്, ട്രൈസോഡിസിറ്റേറ്റ് PTINR ഉണ്ടെങ്കിൽ സെക്കൻഡ്, ഇതാണ് തേർഡ്. ഈ തേർഡ് എന്ന് പറയുന്നത് ഇതായിരിക്കാം. ഫോർത്ത് ഹെപ്പാരിൻ ഉണ്ടെങ്കിൽ ഹെപ്പാരിലേക്ക് കളക്ട് ചെയ്യാം, അപ്പൊ ഇതായിരിക്കാം, അതർവൈസ് ഇതായിരിക്കാം. EDTA ചില സ്ഥലത്ത് EDTAക്ക് ഈ ഒരു കളർ ഉണ്ട്, ലൈറ്റ് ഗ്രേ കളറ്, അതിനാണ് EDTA. പക്ഷെ നമുക്കുള്ളത് ഇവിടെ ലാവൻഡർ കളറാണ്. അപ്പൊ അഞ്ചാമത്തെ ട്യൂബ് ഇത് കളക്ട് ചെയ്യുക. ആറാമത്തെ ട്യൂബാണ് ഷുഗർ ടെസ്റ്റ് ഉണ്ടെങ്കിൽ അതിൽ കളക്ട് ചെയ്യുക. പിന്നെ ബ്ലഡ് ബാഗ് അങ്ങനെയുള്ള ACD സൊല്യൂഷൻ ഇത് നമുക്ക് കോമൺ ആയിട്ട് വരുന്നില്ല. ഇതാണ് ഇത്രയും ഓർഡറിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇത് പഠിക്കാനുള്ള ഒരു ഇതാണ് ബണ്ണീസ് ലവ് റോമിംഗ് ഗാർഡൻ, ലുക്കിംഗ് ഡെലീഷ്യസ്, ലൂഫി ഗ്രീൻ യം. ഈ ഓർഡർ പഠിക്കാനുള്ള ഒരു ഷോർട്ട് ഫോം ആണ് ഇത് പറയുന്നത്. അപ്പൊ ഈ ഓർഡറിൽ തന്നെ ഈ കളർ കോഡ് വെച്ച് പഠിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഇവിടെ ബ്ലഡ് കൾച്ചർ ബോട്ടിൽ അല്ലെങ്കിൽ ട്യൂബ് എന്ന് പറയുന്നുണ്ട്, അവിടെ യെല്ലോ എന്നും പറയുന്നുണ്ട്. പക്ഷെ ബ്ലഡ് കൾച്ചർ ബോട്ടിലേക്ക് എടുക്കുമ്പോൾ അതിലേക്ക് എടുക്കാം. പിന്നെ കൊയാഗുലേഷൻ ട്യൂബ് രണ്ടാമത്തെ, നോൺ അഡിറ്റീവ് അതാണ് ഇത് ഈ മൂന്നാമത്തെ പറഞ്ഞിരിക്കുന്നത്. അഡിറ്റീവ് പിന്നെ അഡിറ്റീവ് ട്യൂബ്സ് ജെൽ സെപ്പറേറ്റർ ആണെങ്കിൽ അതിൽ ഉപയോഗിക്കാം. ഹെപ്പാരിൻ ട്യൂബ്, EDTA ട്യൂബ്, ഫ്ലൂറൈഡ് ട്യൂബ്. അപ്പോൾ ലേറ്റസ്റ്റ് ട്രെൻഡിൽ വരുന്ന ഓട്ടോമേറ്റഡ് വെനിപങ്ചർ മെഷീൻ, V-BOT എന്നുള്ളതൊക്കെയാണ് അതിന്റെ പേര്. ഓട്ടോമേറ്റഡ് വെനിപങ്ചർ മെഷീൻ, V-BOT. ഇത്രയാണ് ബ്ലഡ് കളക്ഷന്റെ ഓർഡർ ഓഫ് ഡ്രോ വരുന്നത്. എപ്പോഴും ബ്ലഡ് കളക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹീമോളിസിസ് വരാതെ ശ്രദ്ധിക്കണം. ബ്ലഡ് ലൈസ് ആവാൻ പാടില്ല. സിറിഞ്ച് നീഡിൽ ഡ്രൈ ആയിരിക്കണം. ടു പ്രിവെന്റ് ഹീമോളിസിസ് സിറിഞ്ച് ആൻഡ് നീഡിൽ ഷുഡ് ബി ഡ്രൈ. സിറിഞ്ച് നീഡിലും ഡ്രൈ ആയിരിക്കണം, വെള്ളം തട്ടിക്കഴിഞ്ഞാൽ അത് ഇതാവും. റഫ് ഹാൻഡ്ലിംഗ് പാടില്ല, സ്മൂത്ത് ആയിട്ട് ബ്ലഡ് എടുക്കണം. സ്മൂത്ത് ആയിട്ട് പതിയെ സ്ലോ സ്റ്റീഡി മൂവ്മെന്റിൽ പതിയെ മെല്ലെയാണ്
ഈ ട്യൂബിലേക്ക് നമ്മൾ ബ്ലഡ് ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഡു നോട്ട് ഇഞ്ചെക്ട് ദ ബ്ലഡ് ഇൻ ടു സിറിഞ്ച് ത്രൂ നീഡിൽ. ഒരിക്കലും ബ്ലഡ് എടുക്കുമ്പോൾ നീഡിലൂടെ ബ്ലഡ് വന്നു എന്ന് പറഞ്ഞ് സിറിഞ്ച് വഴി തന്നെ ബ്ലഡ് ആഡ് ചെയ്യരുത്, അത് ലൈസസ് ഉണ്ടാക്കും. കാരണം ചെറിയൊരു ഹോളിലൂടെ കടത്തിവിടാൻ നമ്മൾ മേലിൽ നിന്ന് പ്രഷർ കൊടുക്കും, അപ്പൊ ആ സെല്ലിന് ലൈസസ് ഉണ്ടാവും, നീഡിൽ റിമൂവ് ചെയ്തിട്ട് വേണം ബ്ലഡ് ആഡ് ചെയ്യാൻ. ജെന്റ്ലി ഇജക്ട് ദ ബ്ലഡ് ത്രൂ ദ സൈഡ്സ് ഓഫ് ദ ട്യൂബ് അവോയ്ഡ് ഫോമിങ്. അപ്പോൾ ട്യൂബ് ഇങ്ങനെ നമ്മൾ എപ്പോഴും ചെയ്യുന്നത്, ഞങ്ങളൊക്കെ ചെയ്യുന്ന ആ ഒരു ടെക്നിക്ക്, ഇങ്ങനെ ട്യൂബ് ചെരിച്ച് വെച്ച് ഇങ്ങനെ ബ്ലഡ് ആഡ് ചെയ്യും കണ്ണിന്റെ ലെവൽ വെച്ചിട്ട്. അപ്പൊ സൈഡിലൂടെയാണ്, ഡയറക്റ്റ് ഇങ്ങനെ ആഡ് ചെയ്യില്ല, അപ്പൊ അത് പതയാൻ ചാൻസ് ഉണ്ട്. പിന്നെ എടുത്ത ഉടനെ തന്നെ ഈ റൊട്ടേഷൻ, ജെന്റു റൊട്ടേഷനിൽ ഒരു 6 മുതൽ 8 തവണ റൊട്ടേറ്റ് ചെയ്യാം. അപ്പൊ ആന്റിക്കോയിലന്റ് ആയിട്ട് മിക്സ് ആവും. ഫ്രീസ് ചെയ്യാൻ പാടില്ല, ഹോൾ ബ്ലഡ് ഫ്രീസ് ചെയ്യാൻ പാടില്ല. സീറോ പ്ലാസ്മിനെ സെപ്പറേറ്റ് ചെയ്ത് ഫ്രീസ് ചെയ്യാം. ഹോൾ ബ്ലഡ് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഹീമോളിസിസ് വരും. പിന്നെ വെൻ ടേക്കിംഗ് ബ്ലഡ് മിനിമം എമൗണ്ട് ഓഫ് കൺസ്ട്രിക്ഷൻ ഷുഡ് ബി അപ്ലൈഡ് ഓൺ ദ ആം. അതുകൊണ്ട് തന്നെ ടൂർണിക്കറ്റ് ഭയങ്കര ടൈറ്റ് ആയി കെട്ടരുത്, ഒരു മിനിമം കൺസ്ട്രിക്ഷൻ മാത്രമേ കൊടുക്കാൻ പറ്റൂ. ഇറ്റ് ഷുഡ് ഫ്ലോ സ്ലോലി ആൻഡ് ഫ്രീലി ഇൻ ടു ദ സിറിഞ്ച്, അവോയ്ഡ് സ്ക്യൂസിങ്. ബ്ലഡ് ഫ്ലോസ് ഫ്രീലി, സ്മൂത്ത്, സ്ലോലി ആയിരിക്കണം. പിസ്റ്റൺ നന്നായിട്ട് പുറകിലേക്ക് വലിച്ചാൽ നല്ല നെഗറ്റീവ് പ്രഷർ വരുമ്പോൾ പെട്ടെന്ന് ബ്ലഡ് അങ്ങനെ വരാൻ പാടില്ല, പതിയെയുള്ള മൂവ്മെന്റിൽ വലിക്കാൻ പാടും. കളക്ടിങ് ട്യൂബ് എപ്പോഴും ക്ലീനും ഡ്രൈയും ആയിരിക്കണം. അതേപോലെ ആന്റികോയാഗുലന്റ് ഒരിക്കലും കൂടാൻ പാടില്ല, കൂടിക്കഴിഞ്ഞാൽ ഇഷ്യൂ ആണ്, കുറഞ്ഞു കഴിഞ്ഞാൽ പാർഷ്യൽ കൊയാഗുലേഷനും സംഭവിക്കും, ക്ലോട്ടിങ് സംഭവിക്കും. അപ്പൊ ആന്റികോയാഗുലന്റ് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ഇത്രയും പ്രിക്കോഷൻസ് ബ്ലഡ് കളക്ഷൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഹീമോളിസിസ് വരാൻ പാടില്ല, ട്യൂബ്സും സിറിഞ്ച് നീഡിലും എല്ലാം ഡ്രൈ ആയിരിക്കണം, റഫ് ഹാൻഡ്ലിങ് പാടില്ല, നീഡിലൂടെ ബ്ലഡ് പുഷ് ചെയ്യാൻ പാടില്ല, പ്രോപ്പർ മിക്സിംഗ് ആയിരിക്കണം, ആന്റികോയാഗുലന്റ് ആയിട്ട് പ്രോപ്പർ മിക്സ് ചെയ്യാം, സൈഡിലൂടെ ആഡ് ചെയ്യുക, ട്യൂബിലേക്ക് ഫ്രീസ് ചെയ്യാൻ പാടില്ല. ഏറ്റവും മിനിമം ടൂർണിക്കേറ്റ് അപ്ലിക്കേഷനിലായിരിക്കണം ബ്ലഡ് എടുക്കേണ്ടത്. പതിയെ സ്ലോലി ആയിരിക്കണം ബ്ലഡ് സിറിഞ്ചിൽ ഫിൽ ആവേണ്ടത്, പെട്ടെന്നുള്ള നെഗറ്റീവ് പ്രഷർ കൊടുക്കരുത്. പതിയെ പതിയാണ് പിസ്റ്റൺ പുറകിലോട്ട് മൂവ് ചെയ്യേണ്ടത്. ക്ലീൻ ഡ്രൈ ട്യൂബ്സിലേക്ക് മാത്രമേ ബ്ലഡ് ആഡ് ചെയ്യാൻ പാടൂ, ഇല്ലെങ്കിൽ ലൈസിസ് വരും. ആന്റികോയാഗുലന്റ് പ്രൊപ്പോർഷൻ പ്രോപ്പർ ആയിരിക്കും. ഇനി ആർട്ടീരിയൽ ബ്ലഡ് കളക്ഷൻ, ആർട്ടറിന്ന് ബ്ലഡ് എടുക്കുന്നതാണ്. അപ്പൊ ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് അനാലിസിസ്, ABG എന്ന് പറയും. ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് അനാലിസിസ്, ABG. ഇതിന് വേണ്ടിയിട്ടാണ് ഇത് എടുക്കുക. അപ്പൊ നോർമലി ഇതെങ്ങനെ, ഇതേപോലെ ആർട്ടറി ഇവിടെ നമ്മുടെ കൈന് മേലെ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ആ ഒരു ബീറ്റ് കിട്ടുന്ന ആർട്ടറിയാണ് റേഡിയൽ ആർട്ടറി, ലൊക്കേറ്റഡ് ഓൺ ദ തം സൈഡ്, നമ്മുടെ തള്ളവിരലിന്റെ സൈഡിൽ ഇവിടെ ഭാഗത്തായിട്ട് കിട്ടുന്നതാണ്. അതാണ് തം സൈഡിൽ കിട്ടുന്ന റേഡിയൽ ആർട്ടറി എടുക്കാറുണ്ട്. അല്ലെങ്കിൽ ബ്രേക്കിയലോ അല്ലെങ്കിൽ ഫിമറൽ ആർട്ടറി കാൻ ബി യൂസ്ഡ്. ഫിമറൽ ആർട്ടറി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കാലിലാണ്, നമ്മുടെ രണ്ട് കാലും തുടങ്ങുന്ന ഭാഗത്ത് ജെനിറ്റൽ ഓർഗന്റെ സൈഡിലായിട്ട് സിറിഞ്ച് 90 ഡിഗ്രിയിലേക്ക് ഇറക്കി വെക്കുന്ന രീതിയിൽ. പക്ഷെ അത് ഇറക്കിയാൽ തന്നെ അവിടുത്തെ ആ പ്രഷർ കാരണം, അയോട്ടയുടെ ബ്രാഞ്ചാണ് റേഡിയൽ ഫിമറൽ ആർട്ടറി, അപ്പൊ അതിൽ പെട്ടെന്ന് തന്നെ ബ്ലഡ് നിറയും. നോർമലി ലബോറട്ടറി ഫ്ലിമോട്ടോമിസ്റ്റ് ഡു നോട്ട് കളക്ട് ആർട്ടീരിയൽ ബ്ലഡ്. ആർട്ടീരിയൽ ബ്ലഡ് കളക്ട് ചെയ്യുന്നത് നോർമലി കളക്ട് ചെയ്യേണ്ട സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഓപ്പറേഷൻ തിയേറ്ററിലും ICU അങ്ങനെയുള്ള സ്ഥലങ്ങൾ. അപ്പൊ നഴ്സും ഡോക്ടറും അവരാണ് നോർമലി ആർട്ടീരിയൽ ബ്ലഡ് കളക്ട് ചെയ്യാറുള്ളത്. ഇനി പീഡിയാട്രിക് ബ്ലഡ് കളക്ഷൻ. എപ്പോഴും നമ്മുടെ സ്കില്ല്, ലാബ് ടെക്നീഷ്യന്റെ ബ്ലഡ് എടുക്കുന്ന ആളുടെ സ്കില്ല് അറിയണമെങ്കിൽ കുട്ടികളുടെ ബ്ലഡ് എടുക്കുന്നത് എങ്ങനെയായിരിക്കണം എന്നുള്ളത്, അത് എടുക്കാൻ നല്ല പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ ആവശ്യത്തിന് ക്വാണ്ടിറ്റി, കുട്ടിക്ക് മാക്സിമം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ മാക്സിമം കംഫർട്ടബിൾ ആക്കി, മിനിമം ആ കുട്ടി കരയുന്നതല്ലാക്കിയിട്ട്, അവരെ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ അവർ കരയും, അത് വേറെ കാര്യം. കാരണം പുറത്തുള്ള ഒരാൾ പോയിട്ട് അറിയാത്ത ആൾക്കാർ പിടിക്കുമ്പോൾ അപ്പൊ അവർ മാക്സിമം റിലാക്സ്ഡ് ആയിട്ട്, ചിയർഫുൾ ആയിട്ട്, സോഫ്റ്റ് വോയിസിൽ അവരെ മാക്സിമം അവരുടെ ബ്ലഡ് കളക്ഷന് അവരുടെ മൈൻഡ് ഡീവിയേറ്റ് ചെയ്ത് ആണ് നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്യേണ്ടത്. ചെറിയ കുട്ടികളാണെങ്കിൽ നമ്മൾ ബട്ടർഫ്ലൈ നീഡിലോ അല്ലെങ്കിൽ നീഡിൽ പൊട്ടിച്ചിട്ടൊക്കെ എടുക്കാറുണ്ട്. വലിയ കുട്ടികളാണെങ്കിലും ചിലപ്പോൾ എടുക്കുന്നത്, അഡൽട്ടിലാണെങ്കിലും. അതെല്ലാം നമുക്ക് ആ ബ്ലഡ് കിട്ടാൻ വേണ്ടി നമ്മൾ ആ ഇത് വെച്ചിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ടൈപ്പോർ പങ്ക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 23 kg സ്കാൽപ്പൽ വെയിൻസ് ആയിട്ട് ബട്ടർഫ്ലൈ നീഡിൽ വേണമെങ്കിൽ എടുക്കാം. അതുപോലെ ഈ പേഷ്യന്റ് ഇമ്മൊബിലൈസേഷൻ ഈസ് ക്രൂഷ്യൽ ഫോർ ദ സേഫ്റ്റി ഓഫ് പീഡിയാട്രിക് ആൻഡ് നിയോനേറ്റൽ പേഷ്യന്റ് അണ്ടർഗോയിങ് ഫ്ലിബോട്ടോമി. കുട്ടി ഇളകാൻ പാടില്ല, അപ്പൊ പാരന്റ്സിനോട് നന്നായിട്ട് പിടിക്കാൻ പറയണം. അതിനുശേഷമാണ് എടുക്കാറുള്ളത്. നമ്മളിത് എങ്ങനെ, കുട്ടിയുടെ കൈ ഇതിനുള്ളിൽ ഇട്ട്, നമ്മുടെ ഇതിനുള്ളിലിട്ട് പിടിക്കും, പിടിച്ചിട്ട് ഈ ഇവിടുന്ന് എടുക്കാറുണ്ട്. അതേപോലെ നമ്മൾ കാലിൽ നിന്നൊക്കെ ബ്ലഡ് കിട്ടുന്ന സ്ഥലത്ത്, വലിയ വെയിൻ എവിടെയാണോ കിട്ടുന്നത് അവിടുന്ന് എടുക്കാറുണ്ട്. ഇതൊക്കെയാണ് കുട്ടികളുടെ ബ്ലഡ് കളക്ഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.
Then thank you.